നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് SSC MTS ആണ് കേട്ടോ. SSC MTS എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നു, നമ്മൾ SSC CHSL എക്സാം 10-ാം തീയതിയോടുകൂടി അവസാനിക്കുവാണല്ലോ. അപ്പം ഇനി നമുക്ക് MTS എക്സാം ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ CHSL വരെയുള്ള നിങ്ങൾക്കറിയാം, SSC CGL ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു, CHSL ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തു, അതിൻ്റെ എക്സാമിൻ്റെ അനാലിസിസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതാണ്? SSC MTS ആണ്. SSC MTS ഇതിൻ്റെ പ്രത്യേകത 10-ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം ആയിരുന്നു എന്തെന്ന് പറയുന്നത് SSC MTS എന്ന് പറയുന്നത്. അപ്പോൾ SSC MTSന്റെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സബ്ജക്റ്റിന്റെയും കൃത്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലാണ് നമ്മൾ എന്ത് പോകുന്നത്, ക്ലാസ്സുകൾ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നവർക്ക് വേണമെങ്കിൽ അറിയാം, നമ്മൾ റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ SSC MTSലേക്ക് എത്തുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ടൈറ്റിൽ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്. ഈ ക്ലാസ്സിൽ ഞാൻ അനലോഗിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത് കേട്ടോ. അനലോഗിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നിങ്ങൾക്കറിയാം, വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് അനലോഗി. റീസണിങ്ങിനകത്ത് ഒരുപാട്, ഒരു 3 മുതൽ 4 വരെയുള്ള മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തിൽ പ്രതീക്ഷിക്കാം? അനലോഗിയിൽ നിന്ന്. അല്ലെങ്കിൽ അനലോഗി എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് അനലോഗികളുണ്ട്. വേർഡ് അനലോഗി ഉണ്ട്, ആൽഫബറ്റ് അനലോഗി ഉണ്ട്, അതുപോലെ നമ്പർ അനലോഗി ഉണ്ട്. ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കൃത്യം ക്വസ്റ്റ്യൻ ചോദിച്ച ഇയർ കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 2019 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, 2019 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് കാണുന്നതിനോടൊപ്പം ക്വസ്റ്റ്യൻസിന്റെ നിലവാരം, അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടെ കാണുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളോട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, SSC MTSന്റെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യണം. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ക്ലാസ്സുകൾ എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ നോക്കി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വെച്ചാൽ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 10 ക്വസ്റ്റ്യനും ഏതിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അനലോഗിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അനലോഗിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ അനലോഗിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏത് അനലോഗിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ? നിങ്ങളൊന്ന് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ ഏത് അനലോഗിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ എന്തുവാണ് തന്നേക്കുന്നത്? നമ്പേഴ്സ് അല്ലേ തന്നേക്കുന്നത്? നമ്പേഴ്സ് അല്ലേ? നമ്പർ അല്ലേ? സെക്കൻഡ് നമ്പർ അല്ലേ? സെലക്ട് ഓപ്ഷൻ ദാറ്റ് റിലേറ്റഡ് ടു തേർഡ് നമ്പർ ഇൻ ദ സെയിം വേ ആസ് ദി സെക്കൻഡ് നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്തതായിട്ട് വരേണ്ട നമ്പർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇവിടെ ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന റിലേഷൻ എന്താണ്? അപ്പൊ ഈ നമ്പറും ഈ നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അറിയാവുന്ന ആളെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് ഇവിടെ നിന്ന് ഈ നമ്പർ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടുത്തെ ഈ നമ്പർ തമ്മിലുള്ള വ്യത്യാസം 3566 എന്തെങ്കിലും ബന്ധമുണ്ടോ? 3566. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിൽ വേണമെങ്കിൽ പറയാം. 35ന്റെ ഇരട്ടി, ഞാൻ കുറെ മെത്തേഡുകൾ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. 35ന്റെ ഇരട്ടി എത്ര? 70 ആണ്. 35ന്റെ ഇരട്ടി 70 മൈനസ് 4 ഇവിടെ വന്നേക്കുന്നത് എത്ര? 66. അങ്ങനെയാണെങ്കിൽ 29ന്റെ ഇരട്ടി 50 എത്രയാണ്? 58. 58ന്റെ 4 കുറയ്ക്കുമ്പം എന്താണ് വരേണ്ടത്? 54. ഇങ്ങനൊരു ആൻസർ ഉണ്ടോ ഇതിനകത്ത്? അപ്പൊ ഇത് തെറ്റായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതല്ല. അപ്പൊ ഇനി എന്താണ് വേറെ വരാൻ ചാൻസ്? 35 പ്ലസ് 31 എത്ര കിട്ടും നമുക്ക്? 66 കിട്ടി. അപ്പൊ നമ്മൾ അടുത്ത അതേ ഒരു ലോജിക്ക് പോകുന്നു. 29 പ്ലസ് 31 എന്തുണ്ട്? 60. അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ? യെസ്, അങ്ങനെ ഉത്തരവുണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ വലിയ ലോജിക് ഒന്നും ഇല്ല. ഞാൻ ചുമ്മാതെ ആദ്യമേ എന്താണ് 35ന്റെ ഇരട്ടി ഒന്ന് എടുത്ത് നോക്കി, അത് 70 ആണ്. അതേ -4 ചെയ്തപ്പോൾ എനിക്ക് 66 കിട്ടി. അതേ ലോജിക് ഇവിടെ ഉണ്ടോ എന്നാണ് ഞാൻ ഇതിലൂടെ നോക്കിയപ്പോൾ അല്ല. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. പെട്ടെന്ന് തന്നെ മനസ്സിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഞാൻ പെട്ടെന്ന് ആലോചിച്ചൊരു ലോജിക്കാണ്. എന്താ? 35ന്റെ കൂടെ 31 കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 66 കിട്ടി. അങ്ങനെയാണെങ്കിൽ 29ന്റെ കൂടെ അതേ നമ്പറായ 31 ആഡ് ചെയ്തപ്പോൾ 60. അങ്ങനെ ഒരു ഉത്തരം ഇതിനകത്തുണ്ട്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് ഈ ക്വസ്റ്റ്യൻ? പറഞ്ഞു, നിങ്ങൾ പറ. Select the word pair in which the two words are related in the same way as the two words in the following word pair.
കൃത്യമാണേ. എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ? 5 പെന്റഗൺ. അങ്ങനെയാണെങ്കിൽ 5 പെന്റഗൺ എന്ന് പറഞ്ഞാൽ എന്താ? 5 എന്ന് ഉദ്ദേശിക്കുന്ന 5 സൈഡുകൾ വരുന്ന ഒരു പിന്നെന്താണ് ഒരു ഫിഗർ ആണ് എന്തെന്ന് പറയുന്നത്? പെന്റഗൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 4 റെക്ടാങ്കിൾ, ട്രയാങ്കിൾ 3, സ്ക്വയർ 4. അപ്പം ഓപ്ഷനകത്തും അങ്ങനെ തന്നെയാണല്ലോ വന്നേക്കുന്നത്. ട്രയാങ്കിളിന് 3 സൈഡേ ഉള്ളൂ, സ്ക്വയറിന് 4 സൈഡാണ്, 4 റെക്ടാങ്കിളിന് 4 സൈഡാണുള്ളത്. അപ്പൊ ഇതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യും? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ നിങ്ങൾ നോക്ക് പിള്ളേരെ. 5 ആണ് ആദ്യം തന്നിരിക്കുന്നത്, പിന്നെ എന്ത് തന്നിരിക്കുന്നു? പെന്റഗൺ തന്നിരിക്കുന്നു. അപ്പൊ നമ്പർ ആദ്യം തന്നിരിക്കുന്നു, ദെൻ അതിന്റെ ഏതാണ് ആ ഷേപ്പ് എന്നുള്ളത് തന്നിരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 നമ്പർ ആദ്യം വന്നു, ദെൻ അതിനുശേഷമാണ് എന്ത് വന്നിരിക്കുന്നത്? റെക്ടാങ്കിൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിന് റിലേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ്. ബാക്കി ഇവിടെ ആദ്യം എന്താണ്? ഷേപ്പാണ് തന്നിരിക്കുന്നത്, ഇവിടെ ഷേപ്പാണ് തന്നിരിക്കുന്നത്. ഇതും തെറ്റാണ്. അപ്പോ 6 സെപ്റ്റഗൺ അല്ല. അപ്പോ ക്ലിയർ ആയിട്ട് നമുക്ക് ഉത്തരം മനസ്സിലായി. ഏതാണ്? എ, ഓപ്ഷൻ 4 റെക്ടാങ്കിൾ. ഇച്ചിരി കൺഫ്യൂഷൻ ആണ്. ചിലപ്പം ചിലരുടെ മനസ്സിൽ തോന്നും ട്രയാങ്കിൾ 3 ആണ്, സ്ക്വയർ 4 ആണ്, അപ്പൊ എന്തുകൊണ്ട് അത് സെലക്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം വരാം. അപ്പൊ ക്ലിയർ ആയിട്ട് അവിടെ തന്നിരിക്കുന്ന അതേ റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ കണ്ടെത്തിയത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പറ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടേം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടേം ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടേം. ഞാൻ പോവുകയാണെ. കളർ റെഡ്. എന്താണ്? നിങ്ങൾ പറ. കളർ റെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഫഷൻ, അതായത് കളേഴ്സിനകത്ത് വരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? റെഡ്. ഈസ് ക്ലിയർ. കളറുകളിനകത്ത് വരുന്ന ഒരു കളറാണ് റെഡ്. അപ്പൊ പ്രൊഫഷനകത്ത് വരുന്ന ഒരു പ്രൊഫഷൻ ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതി. കോർട്ട് ഒരു പ്രൊഫഷൻ അല്ല, ബ്ലാക്ക് പ്രൊഫഷൻ അല്ല, സ്കൂൾ പ്രൊഫഷൻ അല്ല, പക്ഷെ ലോയർ ഒരു പ്രൊഫഷൻ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലേ? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചുമ്മാതെ ഇരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കിടക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കേട്ട് മെമ്മറിയിൽ ഒന്ന് കയറ്റി വിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീസണിങ് ഒരു പാടുള്ള സബ്ജക്റ്റേ അല്ല. റീസണിങ്ങിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടും കിട്ടും. എന്തിനാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡിലൂടെ ഇത്തരം ക്വസ്റ്റ്യൻസ് കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോജിക്ക് നമ്മുടെ മനസ്സിൽ അങ്ങ് പതിയും. അനലോഗിയിൽ നിന്നുള്ള 3 മാർക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതെന്താണ് എന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ, അനലോഗി എന്താണെന്ന് അറിയാത്തവര്, വേർഡ് അനലോഗി, നമ്പർ അനലോഗി, ആൽഫബറ്റ് അനലോഗി എന്താണെന്ന് അറിയാത്തവർ മസ്റ്റായിട്ടും പോയി നമ്മുടെ ബേസ് ക്ലാസ്സുകൾ കാണണം കേട്ടോ. ബേസ് ക്ലാസ്സിനകത്ത് ഈ സംഭവം കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ? സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ ലെറ്റേഴ്സ് ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദ ഷെയർഡ് ബൈ ദ ഗിവൺ പെയർ ഓഫ് ലെറ്റേഴ്സ്. നോക്കി, നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സ് നിങ്ങളൊന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ലെറ്റേഴ്സ് JTNX. അപ്പൊ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു JTNX. എന്താണ് JT? ഒരു സീരീസ് പോലെയാണ്. ജെയിൽ നിന്ന് ടിയിലോട്ടുള്ള എന്നിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ പറഞ്ഞേ? ജെയിൽ നിന്ന് എന്നിലോട്ട് JKLMN, അതായത് 4ന്റെ വ്യത്യാസം. ഇതോ PQRSTUVWX, അതും 4ന്റെ വ്യത്യാസം. ഓക്കെ. അപ്പൊ ഇതുപോലെ ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെയർ ഇതിനകത്തുണ്ടാകും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ എന്താണ് ഇവിടുത്തെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെയർ? ഒന്നാമത്തേനകത്ത് നോക്കാം. TPXT. ടിയിൽ നിന്ന് നമ്മൾ നോക്കേണ്ട ഇവിടെ എക്സിലോട്ടുള്ള ഡിസ്റ്റൻസ്. PQRSTUVWX 4 ആണ്, അത് പ്രശ്നമില്ല. ഇനി ഇതിവിടെ വെരിഫൈ ചെയ്യണേ. PQRST. അപ്പൊ കിട്ടുന്നുണ്ടല്ലോ. ഓപ്ഷൻ എയിൽ തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഡെഫിനറ്റ്ലി ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഇങ്ങനെ എഴുതി നോക്കാം കേട്ടോ. ഞാനിത് ബേസ് പഠിപ്പിച്ചപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. GTNX എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കിയാലും മതി. എത്ര? 4. അപ്പൊ ഇവിടെയും അത് തന്നെ നോക്കണ്ടേ. എന്താ? TPXT. ടിയിൽ നിന്ന് എക്സിലോട്ട് 4, പിയിൽ നിന്ന് ടിയിലോട്ട് 4. ഇങ്ങനെ വേണമെങ്കിലും എഴുതി നോക്കാം. അപ്പൊ ഈ ഒരു മെത്തേഡും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് മെത്തേഡ് ഉപയോഗിക്കാം. എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിലെത്തിയാൽ മതി. നിങ്ങൾ എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പറഞ്ഞേ. സെലക്ട് ദ വേർഡ് പെയർ ഇൻ വിച്ച്
the two words are related in the same way as the two words in the following word pair. നിങ്ങൾ നോക്കിയിട്ട് പറ പിള്ളേരെ എന്താണ് സർക്കിള് ഫിഗർ അല്ലെ, സർക്കിള് ഫിഗർ. അപ്പൊ ഇതിനകത്ത് പിന്നെ വരുന്ന ഏതാ? അപ്പൊ ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടെന്ന് പോലെ എനിക്ക് തോന്നുന്നു. സർക്കിള് ഫിഗർ, ഓക്കെ, സർക്കിൾ ഫിഗർ. ഇതുമായി ഈ സാധനവുമായി ബന്ധപ്പെട്ട് ടോയ് പ്ലേറ്റ്, കാർ, ഡ്രൈവർ, ഷാർപ്നർ, സ്റ്റേഷനറി. ശരിയാണ്. ഇത് ഓക്കെ നിങ്ങൾ ഫിഗേഴ്സിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് സർക്കിൾ അല്ലെ. പല ഫിഗറുകളുടെ കൂട്ടത്തിൽ വരുന്നൊരു ഫിഗറാണ് സർക്കിളിന്റെ ഫിഗർ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഉത്തരവായിട്ട് എടുക്കാം. കാരണം എന്താ വെച്ചാൽ സ്റ്റേഷനറി ഐറ്റംസിനകത്ത് വരുന്ന ഒരു സ്റ്റേഷനറിയാണ് ആരെന്ന് പറയുന്നത് ഷാർപ്നർ. സോ സിമ്പിളായിട്ട് ഷാർപ്നർ നമ്മൾ ഉത്തരവ് എഴുതി. അപ്പൊ എന്താണ് തന്നിരിക്കുന്നത് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് ഈ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മതി പിള്ളേരെ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ടോയ് ഉപയോഗിച്ചുകൊണ്ട് പ്ലേ ചെയ്യുന്നു, കാറ് ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഷാർപ്നർ ഈസ് സ്റ്റേഷനറി ഐറ്റം. സോ അതുകൊണ്ട് അല്ലെങ്കിൽ വൺ ഓഫ് ദ സ്റ്റേഷനറി ഐറ്റം. സോ ഷാർപ്നർ സ്റ്റേഷനറി ഫിഗർ, സർക്കിൾ ഈസ് വൺ ഓഫ് ദ ഫിഗർ. സോ അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. ഈസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പറ. ആറാമത്തെ ക്വസ്റ്റ്യൻ. വാ, ഞാൻ നേരത്തെ പോലെ വേണമെങ്കിൽ ഒന്ന് എഴുതാം. പി ബി യു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ജെ ടി, പി ക്യു ആർ എസ് ടി യു എന്ന് പറഞ്ഞാൽ 5 അല്ലേ വ്യത്യാസം? ബിയിൽ നിന്ന് ഡബ്ല്യു, ബിയിൽ നിന്ന് ഡബ്ല്യു എന്ന് പറയുമ്പോൾ ബാക്കിലോട്ടാണ് വരുന്നത് അല്ലേ? ഡബ്ല്യു എക്സ് വൈ ഇസഡ് എ ബി, അതായത് -5. ഇവിടെ -5, ഇവിടെ +5. അപ്പൊ ഇവിടെ ഇത് രണ്ടും വരുന്ന ആൾക്കാരെന്ന് ഇവിടെ +5 എടുക്കണം, ഇവിടെ -5 എടുക്കണം. അപ്പൊ എന്താ വരുന്നേ? പറഞ്ഞേ. ജെ കെ എൽ എം എൻ ഒ ആണല്ലോ. എൽ എം എൻ ഒ ഓ ആണെങ്കിൽ പി ക്യു ആർ എസ് ടി ഓ തന്നെയാ. അപ്പൊ എന്താണ്? ഒ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? എഴുതുന്ന രീതി നിങ്ങൾക്ക് ഇതാണ് കംഫർട്ടബിൾ എങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതല്ല ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി കേട്ടാ. അത് നിങ്ങളുടെ ഇഷ്ടം. എന്താണ് ഇത് വരുന്നത്? എന്താണ്? +5 ആണ്. ഇത് വരുന്നത് എന്താണ്? -5 ആണ്. ഈസ് ക്ലിയർ. ഇതെന്താണ് അപ്പോൾ വരേണ്ടത്? +5 വരണം. ഇതെവിടെ വരണം? -5 വരണം. അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നല്ലൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതിന്റെ ഉത്തരം പറ. നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയണം. നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പലപ്പോഴും നമ്പർ സീരീസ് പോലെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ വിചാരം. എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? 325 18. എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? 18ന്റെ സ്ക്വയർ എന്തുവാടെ? 326 അല്ലേ പിള്ളേരെ? പക്ഷേ തന്നിരിക്കുന്ന 325, അതായത് +1 കൂട്ടിയെന്നല്ലേ ഉള്ളയുടെ അർത്ഥം. അപ്പൊ ഇതേ ലോജിക്ക് ഇവിടെ ഉപയോഗിച്ചാൽ പോരെ. 226 നമുക്കിങ്ങനെ തന്നേക്കുക. 226 എന്ന് പറയുമ്പോൾ ഏതാണ്? 226നോട് അടുത്ത് വരുന്ന സംഖ്യ 225 ആണ്. ഇത് ആരുടെ സ്ക്വയറാ? 15ന്റെ സ്ക്വയറാ. +1 226 കിട്ടി. ശരിയല്ലേ? അപ്പൊ 15 ആണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ വരേണ്ട ആൻസർ. അപ്പൊ 15 ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളായി കണ്ടുപിടിക്കാൻ സാധിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. സ്ക്വയറുകളും ക്യൂബുകളും പഠിക്കണമെന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. സ്ക്വയർ +1, സ്ക്വയർ -1, ഇതൊക്കെ ഒന്ന് സ്ക്വയർ പ്ലസ് ദാറ്റ് നമ്പർ, ക്യൂബ് പ്ലസ് ദാറ്റ് നമ്പർ, ക്യൂബ് മൈനസ് ദാറ്റ് നമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം എന്ത് ചെയ്തോണം? ശ്രദ്ധിച്ചോണം. ലോജിക്കൽ റീസണിങ് ആണ് കേട്ടോ. ലോജിക്ക് ഉണ്ടാക്കിയെടുക്കുക. ലോജിക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചിന്തിക്കണം. അല്ലാതെ നമുക്ക് ലോജിക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഒന്നുമില്ല. മാത്സിൽ പഠിക്കുന്നത് പോലെ ഒരു ഗിവൺ ഇക്വേഷൻ തന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയൊന്നും അല്ല ഇവിടെ. മറിച്ച് നമ്മളുടെ ചിന്തകളെ ഒന്ന് ഉണർത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ വേർഡ് പെയർ ഇൻ വിച്ച് ദ ടു വേർഡ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ദ ടു വേർഡ്സ് ഇൻ ദ ഫോളോയിങ് വേർഡ് പെയർ. പെൻ ഓതർ. പെൻ ഓതർ. നിങ്ങൾ നോക്ക്. എന്താണ്? ഒരു ഓതറിനെ സംബന്ധിച്ച് പെൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് ഉത്തരവായിട്ട് കിട്ടും കേട്ടോ. ഒരു ഷെഫിന് നൈഫ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അല്ലേ ഒരു ഓതറിന് പെൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ. ബാക്കി വേണമെങ്കിൽ നോക്കാം. കാർപ്പൻറ്ററോ, ഗൺ, പിന്നെന്താണ് ഗാർഡനർ, പിന്നെ സർജൻ, സ്കാൽപ്പൽ, അതൊന്നും അല്ല. ഇത് നമുക്ക് ഓപ്ഷൻ കുറെ കൂടെ അല്ലെ. ഒരു ഓതർ പെൻ ഉപയോഗിച്ചിട്ട് റൈറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഷെഫ് നൈഫ് യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. വളരെ വേഗം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രാക്ടീസ് ചെയ്തോണം. ചുമ്മാ നോക്കി പോയാൽ മതി, നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. എങ്ങനെയാ? GOM
JSR, HIJ 3, LMNO PQR, PQRS 4 ആവുന്നു കേട്ടോ, 3 അല്ല. LMNOPQR അതായത് 5 വന്നു. അപ്പൊ ഇത്രയുള്ള +3 +4 +5. അപ്പൊ അങ്ങനെ ആ ഒരു കണ്ടീഷൻ കീപ്പ് ചെയ്യുന്ന ആരുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ. ആദ്യം ആരുണ്ട്? നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ മുതൽ നോക്കാം. COB FSG പെട്ടെന്ന് എഴുതി നോക്കണേ. CABC DEF 3, LMNO PQRS 4 കറക്റ്റ് കിട്ടി. ഇതുകൂടെ കിട്ടിയാൽ നോക്കാം. CDEFG ശരിയാണല്ലോ. ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. CDEFG ഓക്കെ ഈസ് ക്ലിയർ. ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ചിലപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിലൊക്കെ അവസാനത്തെ ഓപ്ഷനാണ് സാധാരണ വരാൻ ചാൻസ് കേട്ടോ. കാരണം നമ്മളായിട്ട് ഇങ്ങനെ ഓരോന്നും നോക്കിപ്പിക്കുന്ന സമയം കളയാം. അതുകൊണ്ടൊക്കെയാണ് ആ ഒരു ഉത്തരം വരാൻ ചാൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Select the option that is related to the third number in the same way as the second number is related to the first number. Okay. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെ ഉള്ളത്. എന്താ പറയുക, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വന്നേ ഒന്ന് പറഞ്ഞ പിള്ളേരെ? എന്തുമായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? ഞാൻ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ 18ന്റെ സ്ക്വയർ ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? 324 അതേ -1 അല്ലേടെ 323. അപ്പൊ അതേ കോൺസെപ്റ്റ് കൂടെ നോക്കാം. 38ന്റെ സ്ക്വയർ 38 × 38 എന്താ? 8 8 64 6 24 30 24 9 12 11 4 4 1444 അല്ലേ? അതേ -1 1444 -1 നമുക്ക് കിട്ടുന്നത് എന്താണ്? 1443. ഈസ് ക്ലിയർ. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ എന്ത് ചെയ്യുന്ന റൈറ്റ് ഉത്തരമായിട്ട് വരുന്നത്. കിട്ടിയത് മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്ക്വയറും ക്യൂബും ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മറക്കല്ലേ, എപ്പോഴും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ്. കൂടാതെ ഞാൻ എന്താ പറയുന്നത്, നോക്ക് പിള്ളേരെ, നമ്മൾ MDS 2019 പല ഷിഫ്റ്റുകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോഴേ തുടങ്ങിക്കോളൂ. നേരത്തെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ വളരെ സന്തോഷം. ഇപ്പോഴാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒപ്പം ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ റീസണിങ്ങിലും മുഴുവൻ മാർക്കും മേടിച്ചു തരാനായിട്ട് സാധിക്കും. എല്ലാ ടോപ്പിക്കും ഇതുപോലെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.